എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എന്നെ കുറേ ആൾക്കാരൊക്കെ അറിയായിരിക്കും. യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ബുധവാര കൂട്ടായ്മയിലുണ്ടായിരുന്നു. എൻ്റെ പേര് സരോജ വിജയൻ, മാള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. ആദ്യമായി ഞാൻ ഈ വേദിയിൽ എൻ്റെ കണ്ണുകളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും പ്രകാശം നൽകിയ നാരായണൻ മാഷ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും. മാഷിക്ക് ഒരുപാട് കാലം ഒരുപാട് ആയുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്നെപ്പോലെ ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് മാഷിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഷിക്ക് ഒരുപാട് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. 2018 പ്രളയത്തിൻ്റെ സമയത്താണ് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച പോയിട്ടില്ല. അപ്പോൾ കണ്ണിക്കേടാണെന്ന് വിചാരിച്ച് ജനങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ എൻ്റെ കണ്ണുകളെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഒരേ സ്ഥലത്ത് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനും ഒരേ സ്ഥലങ്ങൾ വെടുപ്പാക്കാനും പിന്നെ മറ്റുള്ളവരിലേക്ക് ലക്ഷങ്ങൾ കൊടുക്കണ ഒരു ഏർപ്പാടുണ്ടായിരുന്നു, ലോണുകൾ. അതൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ണടച്ചുകൊണ്ട് നോക്കാൻ പറഞ്ഞു. ഒരു കണ്ണടച്ചുകൊണ്ട് നോക്കാൻ പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായത്. അതിനുശേഷം കുറേ ആശുപത്രികളിലൊക്കെ പോയി, അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി, സായിബാബ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച 2 കണ്ണിൻ്റെയും നഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് കാശ് ചിലവാക്കി, ഒരു 2018-2019 കാലഘട്ടത്തിൽ. അങ്ങനെ അവസാനം അന്നും ഞാൻ ചെയർപേഴ്സണായിരുന്നു. ഇപ്പോൾ 7ാമത്തെ വർഷമാണ് ചെയർപേഴ്സണായിട്ട്. ആ സമയത്തൊക്കെ എന്നെ വണ്ടിയുമോ കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഒപ്പിടാനൊക്കെ ആയിട്ട് ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത്. അപ്പം നേരിയ വെളിച്ചത്തിലാണ് നമ്മളിങ്ങനെ ഒപ്പിട്ട് കൊടുക്കാനായിട്ട് പോയിരുന്നത്. ആ സമയത്ത് ബസ്സിൽ ഒരു ദിവസം കയറുന്ന സമയത്ത് കൂടെ ആളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു ചേച്ചി കണ്ടപ്പോഴാണ് മാഷെ നമ്പർ എനിക്ക് തന്നത്. അപ്പം അന്ന് തന്നെ ഞാൻ മാഷെ വിളിച്ചു. നല്ല സമയത്താണ് നമുക്ക് നല്ലത് തോന്നുള്ളൂ. പൊട്ട സമയത്ത് എന്തോരം ആരൊക്കെ ഉപദേശിച്ചാലും നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. പക്ഷെ അന്ന് തന്നെ ഞാൻ മാഷെ വിളിച്ചു. മാഷ് 1-1.5 മണിക്കൂറോളം എന്നോട് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അന്ന് തന്നെ ഞാൻ എൻ്റെ കണ്ണിൽ ഒഴിച്ചു നോക്കി. കാരണം എൻ്റെ ഈ ഇടത് കണ്ണ് ഡോക്ടർമാർ എടുത്ത് കളയാൻ പറഞ്ഞതാണ്. ഈ കണ്ണിലേക്ക് ഇൻഫെക്ഷനൊക്കെ വന്ന് പഴുത്ത് ചീഞ്ഞ് എടുത്ത് കളയണം, ഇനി ഇത് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനൊരു അവയവമല്ല എടുത്ത് കളയണ്ടെന്ന് വിചാരിച്ച് എനിക്ക് പേടിയായിട്ട് ഞാൻ കളഞ്ഞില്ല. അപ്പം മാഷ് പറഞ്ഞ അന്ന് മരുന്ന് ചെയ്തും കൊണ്ട് 3500 രൂപയുടെ ആയുർവേദ ചികിത്സയായിരുന്നു. ഒരു മാസം 3500 രൂപയുടെ ചിലവുള്ള മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് ഈ മരുന്നും ആദ്യത്തെ സദാസമയം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. എപ്പോഴും ഇങ്ങനെ തുടച്ച് ഇവിടുത്തെ കണ്ണിലെൻ്റെ അടുത്തുള്ള തൊലികളൊക്കെ പോയിക്കൊണ്ടിരുന്നു. എപ്പോഴും തുടച്ച് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഡെയിലി കണ്ണിൽ ഞരമ്പ് പൊട്ടും. കാരണം ആ പൊട്ടണ സമയത്ത് കണ്ണ് ചോരക്കട്ട പോലെയാവും. ആദ്യമൊക്കെ 6 മാസം കൂടുമ്പോൾ, പിന്നെ മാസത്തിൽ, പിന്നെ ആഴ്ചയിലാണ് ഞരമ്പ് പൊട്ടാന്ന് പറയുക. പിന്നെ ഡെയിലി പൊട്ടും. ആ പൊട്ടുമ്പോൾ നമുക്കറിയാം കണ്ണിൽ മണൽ പോയ പോലെ ഇങ്ങനെ കുത്തിത്തറപ്പുണ്ടാവും എപ്പോഴും. ഡോക്ടർമാർ പറഞ്ഞ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖമെന്നാണ് പറഞ്ഞത്. അപ്പം മണൽ കുത്തി തറക്കണ പോലെ മണൽ എപ്പോഴും കണ്ണിൽ പോയ പോലെ ഡെയിലി ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ സൂര്യപ്രകാശത്തിലേക്ക് നോക്കാൻ പറ്റില്ല, ലൈറ്റിൻ്റെ വെളിച്ചം കാണാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വെളിച്ചം കാണാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രയാസമായിരിക്കും, ഒട്ടും ഇതാവില്ല. അപ്പോൾ അങ്ങനെ ഒരാഴ്ച മരുന്നും യൂറിനും കൂടി ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ആ ഒരാഴ്ച കണ്ണിൽ ഞരമ്പ് പൊട്ടില്ല. അപ്പോൾ പിന്നത്തെ ആഴ്ച മരുന്നൊഴിക്കാതെ യൂറിൻ മാത്രം ഒഴിച്ചു നോക്കി. അപ്പോൾ ഒട്ടും പൊട്ടില്ല. അതിനുശേഷം ഞാൻ 2020 തുടങ്ങി ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ടിന് മോന് ഈ പറയുമ്പോൾ 30 വയസ്സായപ്പോഴത്തേനും മോന് അറ്റാക്ക് വന്നു. ബൈപ്പാസ് സർജറി ഭർത്താവിന് കഴിഞ്ഞു. ചേട്ടൻ്റെ പെങ്ങൾക്ക് അറ്റാക്ക് വന്നു. അപ്പം വീട്ടിലെല്ലാവരും അറ്റാക്കിൻ്റെ ആൾക്കാരാണ്. അവരോട് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യണില്ല. കാരണം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, വീട്ടിലുള്ളവരത് അംഗീകരിക്കാത്ത ഒരവസ്ഥയായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ യൂറിൻ തെറാപ്പി ഇങ്ങനെ ചെയ്തു. ഹാർട്ടിൻ്റെ ഒരു 13 തരം മരുന്നുകൾ ഉണ്ടായിരുന്നു, എല്ലാ ഗുളികയും കൂടി. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഗുളിക അടക്കം 13 തരം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് സ്ഥിരം കഴിക്കണം, എന്നും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടായാൽ മാത്രം ചെന്നാൽ മതി, തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മരുന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഈ യൂറിൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഔഷധം എന്നുള്ള ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ കണ്ട മരുന്നൊക്കെ കഴിച്ച് നമ്മളുടെ കിഡ്നിയൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വരെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഈ യൂറിൻ മാത്രം 2 നേരം കഴിക്കും, കണ്ണിലൊഴിക്കും, മസാജ് ചെയ്യും, അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാഴ്ച കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നും തന്നെ വിളി വരാറുണ്ട്. നമ്മളുടെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും പിന്നെ നമ്മളുടെ യൂട്ടി കുടുംബാംഗങ്ങൾ തന്നെ പലരും എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവരൊക്കെ വിളിക്കും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവം ഈ കാഴ്ച തന്നത് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ എനിക്കറിയാം. അപ്പം ഈ കാഴ്ച കിട്ടിയപ്പോൾ എനിക്ക് ദൈവത്തിനറിയാം എന്നെക്കൊണ്ട് കുറേ ആളുകൾക്കൊക്കെ ഉപകാരം കിട്ടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയവും ആരൊക്കെ എപ്പോൾ വിളിച്ചാലും എൻ്റെ ജീവിതം തന്നെ യൂറിൻ തെറാപ്പിക്ക് വേണ്ടി, കണ്ണിന് കാഴ്ച പോയ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. സദാസമയം ചിലർക്കൊക്കെ ഒരു ദിവസം 2-3 നേരമൊക്കെ വിളിക്കും അവരുടെ അവസ്ഥ അറിയാനായിട്ട്. അപ്പം എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പർ കണ്ണായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ക്ലാസ് കേട്ടാലും അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞാലും കൂട്ടാക്കാത്ത മക്കളുകൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ അടുത്ത സമയമായിരിക്കും ഒഴിക്കുന്നത്. കാരണം അവർക്ക് പേടിയാണ് കണ്ണിലൊഴിക്കാനായിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പർ കൊടുക്കാം. എൻ്റെ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും അവർക്കുണ്ടാവും. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും നമസ്കാരം.